+1 ഏകജാലക പ്രവേശന മാർഗനിർദ്ദേശ സംവിധാനം ഫോക്കസ് പോയിന്റ് 2024 ജില്ലയിൽ തുടക്കമായി. ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിൽ സെൽ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ CA ബിജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ ഈ വർഷം സംസ്ഥാനത്തെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നടപ്പാക്കുന്ന +1 ഏകജാലക പ്രവേശന മാർഗനിർദ്ദേശ സംവിധാനം ഫോക്കസ് പോയിന്റ് 2024 പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം കൂനമാവ് സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. അഭിരുചിക്കനുസരിച്ച് ഉപരിപഠനത്തിന് മേഖലകൾ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാനത്തെ കൗമാരക്കാരായ വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനാണ് ഫോക്കസ് പോയിന്റ് 2024 പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. ജില്ലാതല ഉദ്ഘാടനം ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെൽ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ CA ബിജോയ് നിർവഹിച്ചു. ജില്ലാ ജോയിന്റ് കോർഡിനേറ്ററും അധ്യാപക അവാർഡ് ജേതാവുമായ പ്രമോദ് മാല്യങ്കര അധ്യക്ഷത വഹിച്ചു. എനിക്ക് അത് പറ്റില്ല, ഞാനതിൽ വീക്കാണ്, ഇത് സോഷ്യൽ സ്റ്റഡീസിലാണെങ്കിൽ എനിക്ക് കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത്, അപ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസ് പോലുള്ള സബ്ജക്റ്റ് എടുക്കണം. കുട്ടി തന്നെ മനസ്സിലാക്കണം, അല്ലാതെ എല്ലാ 8+8 9+ സാറേ സയൻസ് കമ്പ്യൂട്ടർ വേണം, സയൻസ് ബയോളജി വേണമെന്ന് പറഞ്ഞ് പോകുന്നതല്ല. മറിച്ച് നമ്മുടെ കുട്ടികൾ തീരുമാനിക്കണം എന്താണ് എനിക്കിത് പഠിക്കാൻ കഴിയും, ഞാൻ സയൻസ് പഠിത്താൽ എനിക്ക് മാത്സ് പറ്റുമോ, ആലോചിക്കണം. അതിൻ്റെ വീക്ക്നെസ്, എൻ്റെ വീക്ക്നെസ് എന്താണ്, എനിക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ SW ആണ് സോട്ട്, ഈ OT എന്നുള്ള OT ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാം അവസരങ്ങളാണ് നമുക്ക് പഠിക്കാൻ കിട്ടുന്നത്, എന്താണ് ഇതിനോട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നത്, ഇതെല്ലാം കുട്ടികൾ മനസ്സിലാക്കണമായിരിക്കും. പണ്ടത്തെ പോലെ 9ൽ നിന്ന് 10ലേക്ക് വന്നത് പോലെയല്ല. 10ൽ നിന്ന് 11ലേക്ക് വരുമ്പോൾ ഇതെല്ലാം എനിക്ക് കഴിയുമോ, ഈ സബ്ജക്റ്റ് പഠിക്കാൻ എനിക്ക് കഴിയുമോ എന്ന് കുട്ടികൾ മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും +1 പോകാനാണ് ആഗ്രഹം ആണോ? അപ്പോൾ +1 മാത്രം പറഞ്ഞാൽ മതി അല്ലേ? +1 3 കോമ്പിനേഷനാണുള്ളത്. ഒന്ന് സയൻസ്, ഒന്ന് കൊമേഴ്സ്, ഒന്ന് ഹ്യൂമാനിറ്റീസ്. ഓക്കെ, സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിക്കാനായിട്ട് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും എല്ലാവരും സെയിം ആണ്, കോമൺ ആണ്. സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ ഡീൻ റോയൻ, ഹെഡ് മിസ്റ്റേഴ്സ് ഗ്ലോറിയ ഡോറിസ് PT, സ്കൂൾ കരിയർ ഗൈഡ് ജോസ് പ്രശാന്ത്, ജെയ്മി ജോൺ A എന്നിവർ പ്രസംഗിച്ചു. SSLC പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കരിയർ ഗൈഡൻസ് സെല്ലിന്റെ നേതൃത്വത്തിൽ ഫോക്കസ് പോയിന്റ് 2024 എന്ന പേരിൽ ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശന മാർഗനിർദ്ദേശ സംവിധാനം പ്രവർത്തിക്കുന്നു.